Shala halabala halabala. Shala halabala halabala. Oh shala halabala halabala halabala. Shala halabala halabala. Thank you. Okay. മുട്ടുവേദനയുണ്ട്, നടുവേദന. ഓക്കെ. മുട്ടുവേദനയും നടുവേദനയും. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ശാലുബലുബലുബലാ ഹലുബലാ ഹലുബലാ ഹലുബലാ. ശാലുബലുബലുബലാ ഹലുബലാ ഹലുബലാ. In the name of Jesus. കർത്താവേ നടുവിന്റെ വേദന സഹിക്കപ്പെടുത്തണേ. നടുവിനൊന്ന് കൈവച്ച് പ്രാർത്ഥിച്ച് നടുവിന്റെ വേദന സഹിക്കപ്പെടുത്തണേ യേശുവിന്റെ നാമത്തിൽ. നടുവേദന പൂർണ്ണ സൗഖ്യം കൊടുക്കണേ യേശുവിന്റെ നാമത്തിൽ. നടുവേദനയ്ക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ. നടുവേദനയ്ക്ക് പൂർണ്ണ സൗഖ്യം കൊടുക്കണേ. മുട്ടുവേദനയ്ക്ക് സൗഖ്യം കൊടുക്കണമേ. ഓക്കെ. നമുക്ക് ജനറലായിട്ട് നമുക്ക് ഈ ധ്യാനത്തിന് ആരെങ്കിലും വരൂ നീ ഓടി വന്നേ. ഇവിടെ വാ. സാക്ഷ്യം പറഞ്ഞു ഇവിടെ കയറിയെന്ന് പറയാന്. 2 ദിവസം മുന്നേ ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇല്ല, ഇവിടെ എല്ലാവരും കൂടി പ്രാർത്ഥിച്ചു. എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് എന്നോട് ചോദിച്ചാൽ എന്തെങ്കിലും അസുഖം കിട്ടിയല്ലോ. അപ്പൊ എനിക്ക് ആ നേരത്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിൽ നിന്ന് എന്തോ പുറകിൽ നിന്നൊരു ഭാരം ഒഴിഞ്ഞു പോണ പോലെ തോന്നി. എനിക്ക് കണ്ണിലൊക്കെ വന്നതുകൊണ്ട് പറയാനും ഒക്കെ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സാക്ഷിയായിട്ട് എല്ലാവരുടെ മുമ്പിലും ദൈവത്തിന്റെ മുമ്പിലും പറയണം. എല്ലാവർക്കും നന്ദി. എന്താ പറയണേ? സുഖം കിട്ടി. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഇരിക്കാം. ഈ ധ്യാനം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലോ നിങ്ങളുടെ മഠത്തിലോ ഒക്കെ ഇങ്ങനെ ധ്യാനം വേണമെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. വാസ്തവം പറയുകയാണെങ്കിൽ ഇത്രയും നാള് പല ഗ്രൂപ്പിനും നടത്തിയതിൽ ആദ്യമായിട്ടാണ് സിസ്റ്റേഴ്സിനായിട്ട് ഇപ്പം ഈ പുതിയ കാര്യങ്ങളൊക്കെ ഇതിലാണ് എനിക്ക് ഏറ്റവും അത് ശരിക്ക് മനസ്സിലായതായിട്ട് തോന്നുന്നതും കേട്ടോ. മറ്റുള്ളവർക്ക് കുറേ പേർക്കൊക്കെ മനസ്സിലായി, എന്നാലും അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കഴിയില്ല. ആ ഒരു ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് അതിൻ്റെ ആ പ്രിപ്പറേഷൻ ഉള്ളതിൻ്റെ പേരിൽ ഇറ്റ് ഹാസ് സിങ്ക്ഡ്. അത് നിങ്ങൾ ശരിക്കും സിങ്കായി എന്ന് എനിക്ക് ഫീൽ ചെയ്യാം. അതുകൊണ്ട് ഭയങ്കര ഒരു ആത്മസന്തോഷത്തിലാണ്. പക്ഷേ ശാരീരികമായിട്ട് ഇത്തിരി ക്ഷീണമൊക്കെ ഉണ്ട്. അതിപ്പോൾ നാളത്തെ കഴിഞ്ഞിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുമ്പോൾ മാറുമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ധ്യാനം ഇതുപോലെ ധ്യാനം ഇനി മറ്റ് സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിന് തന്നെ നടക്കാൻ വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രത്യേകിച്ച് സിസ്റ്റേഴ്സിൻ്റെ ജീവിതത്തിന് ഇത് വളരെയധികം അനുഗ്രഹമാകുമെന്നും അവർക്ക് വളരെ സന്തോഷവും അവരുടെ സമർപ്പണത്തിന് ലോകം മുഴുവനും വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. 2 കരങ്ങളും ഉയർത്തി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ കോൺഗ്രിഗേഷനുകളെയും സമർപ്പിക്കുന്നു. എല്ലാ കോൺഗ്രിഗേഷനുകളിലും സിസ്റ്റേഴ്സിന് വേണ്ടി ഈ ഇൻറ്റിമസി റിട്രീറ്റ്, കർത്താവുമായിട്ടുള്ള ഇൻറ്റിമസിയിലൂടെ അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും ഈശോയിലൂടെ വലിയ അനുഗ്രഹമാക്കി മാറ്റുന്നതിനും സഹനങ്ങളും ദൈവരാജ്യവും ദൈവനീതിയുടെയും വചനത്തിൻ്റെയും വിശുദ്ധിയുടെയും എല്ലാ അർത്ഥം മനസ്സിലാക്കുന്നതിനും അവരുടെ ജീവിതം കൂടുതൽ അനുഗ്രഹമാകുന്നതിന് പ്രത്യേകിച്ച് സമർപ്പിതരുടെ വർഷം പ്രമാണിച്ച് praise the Lord, praise the Lord. You've already
മദർ എവിടെ പറയട്ടെ? ഓണം വെക്കേഷൻ ഇപ്പോൾ MSST കോൺഗ്രിഗേഷൻ്റെ മദർ സുപ്പീരിയർ ആണ് സിസ്റ്റർ. അപ്പോൾ അവർക്ക് വേണ്ടി ഓണം വെക്കേഷൻ സമയത്ത് ആൾമോസ്റ്റ് ഡേറ്റ് ഈസ് August 27 to 31, 27, 28, 29, 30, 31. 5 ദിവസമുള്ളൂ. അങ്ങനെ ആ ധ്യാനം അവിടെ ഇപ്പോൾ സിസ്റ്റർ ആഗ്രഹിച്ചതനുസരിച്ച് അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കതിനെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം. ആ കോൺഗ്രിഗേഷന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അപ്പോൾ ഇത് കൊല്ലത്താണ്. അപ്പോൾ ഞാൻ മദറിനോട് ചോദിച്ചു, അവിടെ കുറച്ച് പേര് ആർക്കെങ്കിലും വേറെ അടുത്തുള്ളവരോ വേറെ എവിടെന്നെങ്കിലും വരണം എന്നുണ്ടെങ്കിൽ അവരെ അക്കോമഡേറ്റ് ചെയ്ത് ഇതിൻ്റെ കൂടെ ധ്യാനിപ്പിക്കാം, സൗകര്യം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശരി, അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ റീജിയനിൽ ഇപ്പോൾ തൃശ്ശൂരോ അങ്ങനെ ഓരോ റീജിയനിൽ ഇപ്പോൾ കോട്ടയത്തോ അവിടെ നിങ്ങളേതെങ്കിലും നിങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ നടത്താമെങ്കിൽ അടുത്തുള്ള കോൺവെൻറ്റിൽ നിന്നുള്ള സിസ്റ്റേഴ്സിനെ കുറച്ച് പേരും കൂടി അതിനകത്ത് പങ്കെടുക്കാൻ അവസരം കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിബിൾ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവരവരുടെ കോൺവെൻറ്റിൽ പോയി കിടന്നിട്ട് രാവിലെ വന്നാലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഡേറ്റ് ഒരു 5-6 മാസം മുമ്പേ പ്ലാൻ ചെയ്താൽ ഇതൊക്കെ നടക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു നിമിഷം കണ്ണടച്ച് കർത്താവിന് നന്ദി പറയാം. നമ്മളുടെ ഈ ദിവസങ്ങളിൽ കിട്ടിയ എല്ലാത്തിനും ഒരിക്കൽ കൂടി ഹൃദയം തുറന്നു നന്ദി പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഭക്ഷണത്തിന് പോകാം. ഒരു നിമിഷം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും നന്ദിയോടെ ഞാനൊരു നന്ദിയുടെ ഒരു ഹിന്ദി പാട്ട് പാടട്ടെ. कहता है दिल मेरा धन्यवाद प्रभु, किए तूने कार्य महान तेरे प्रभु. कहता है दिल मेरा धन्यवाद प्रभु, किए तूने कार्य महान तेरे प्रभु. तूने चुना एक निर्बल को, तूने चुना एक निर्बल को, कैसे कहूँ धन्यवाद मेरे प्रभु, कैसे कहूँ धन्यवाद मेरे प्रभु. कहता है दिल मेरा മതി. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയിട്ട് നമ്മൾ അരമണിക്കൂറിനകത്ത് 9 മണിക്ക് ഹാളിൽ വരുന്നു. നമ്മളവിടെ ഒരു അനിമേഷൻ ഫിലിം മുടിയനായ പുത്രൻ്റെ ആ എപ്പിസോഡ് ലൂക്ക് 15 എപ്പിസോഡ് മുഴുവനും ഒരു ഫിലിമായിട്ട് നമുക്കിപ്പോൾ കാണിക്കാം. അപ്പോൾ മേ ബി ദാറ്റ് വിൽ ബി വെരി കൺവിൻസിങ്. അത് മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടാണ്ട് കൊച്ചു തിരേസ്യയുടെ ഒരു ചെറിയ എപ്പിസോഡ് 10 മിനിറ്റിൻ്റെ, ഇത് രണ്ടും നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് തന്നെയുള്ള മെസ്സേജ് ഈ തീമുകളുമായിട്ടൊക്കെ വളരെ കണക്റ്റഡ് ആയിട്ടുള്ളത് നമുക്ക് ആസ്വാദ്യകരമായിരിക്കും. നമുക്ക് പോകാം. ഈശോ ഇവിടെ എഴുന്നള്ളി തന്നെ ഇരിക്കട്ടെ. റൂബിയോ ആരെങ്കിലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം.